ഏറ്റവും പ്രധാനപ്പെട്ട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ക്രിസ്ത്യാനിയുടെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് മെസ്സേജ് നമ്മൾ പലർക്കും മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ മെസ്സേജ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അതായത് മാലാഖ മാതാവിന് കൊടുക്കുന്ന ആദ്യത്തെ മെസ്സേജ് അവിടെ വെച്ചിട്ടാണ് ആ ഒരു ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കും. ഈ പള്ളി 2 ലെവലായിട്ടാണ് പണിതേക്കുന്നത്. അതായത് അന്നത്തെ കാലത്തുള്ള പള്ളി, ആ പള്ളിയുടെ ആ താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ കയറുന്ന ആദ്യത്തെ ലെവലിലാണ് മാതാവ് താമസിച്ച ഭവനത്തിൻ്റെ ആ ഒരു ഉൾപ്രോട്ടം, അതായത് ഭവനത്തിൻ്റെ മുറി. ആ മുറി ഇന്നോടെ ഉണ്ട്. ആ മുറിയൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ 2ാമത്തെ ലെവലിൽ നമ്മളിപ്പോൾ കാണുന്ന പുതിയ പള്ളി പണിതിരിക്കുന്നത്. ആ മാതാവ് താമസിച്ച ഭവനം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. എന്തെങ്കിലും മാതാവ് ഇവിടെ എത്തി? ഞാൻ കുറച്ചുകൂടി ചോദിച്ചായിരുന്നു. മാതാവ് ഇവിടെ ജനിച്ചു? ജെറുസലേമിൽ മാതാവ് ജനിച്ചു. മാതാവ് എങ്ങനെ നസ്രത്തിലെത്തി? ഇപ്പൊ ആലോചിച്ച സമയം കളയണ്ട. ഓക്കെ, അത് ഓർത്ത് വെച്ചു. ജെറുസലേമിൽ മാതാവ് ജനിക്കുന്നു, മാതാവ് നസ്രത്തിൽ വരുന്നു. പിന്നെ യൗസേപ്പ് പിതാവിന്റെ പണിശാലയൊക്കെ ഇതിന്റെ അടുത്താണ്. അങ്ങനെയാണ് മാതാവ് യൗസേപ്പ് പിതാവും കല്യാണമൊക്കെ ആലോചിച്ചു വന്നില്ല. അവർക്കൊന്നും ജീവിച്ചാൽ പോലെ പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ പോലെ ലീവിങ് ടുഗദർ. അപ്പോൾ ആലോചിക്കണം, യൗസേപ്പ് പിതാവിന്റെ പണിശാല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് മാറിയാണ്, അവിടെയാണ് താമസിക്കുന്നത് യൗസേപ്പ് പിതാവ്. മാതാവ് പിതാക്കന്മാരെയൊക്കെ നോക്കി ഇവിടെ വേറൊരു ഭവനത്തിലാണ് താമസിക്കുന്നത്. ഇതിനൊക്കെ ഓരോ ലോജിക്കും കേട്ടോ, അതൊക്കെ ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ആ മാതാവ് താമസിച്ച ഭവനത്തിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പോയി കാണുന്നത്. അവിടെയാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ദൂത് അറിയിക്കുക. അപ്പോൾ കയറുമ്പോൾ ഒരു ഇൻറ്റൻഷൻ നമ്മുടെ എല്ലാവരും മനസ്സിൽ വേണം. കുട്ടികളില്ലാത്തതും അതുപോലെ നമ്മൾ വയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൂത് ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അതൊക്കെ അറിയോ? അപ്പോൾ നമുക്ക് മാതാവിന് കിട്ടിയ ഒരു ദർശനം നമുക്ക് നോക്കാം. ലൂക്കോസ് 1-ാം അധ്യായം 5 മുതൽ 5 8 മുതലോ 26. യേശുവിന്റെ ജനനത്തെ കുറിച്ച് അറിയിപ്പ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു.